നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ണം കുറയണം, ഫാറ്റ് ബേൺ ചെയ്യണം, കലോറീസ് ബേൺ ചെയ്യണം, ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കണം എന്നാൽ പറ്റും. വിശ്വസിക്കുന്നില്ല അല്ലേ? പറ്റും. എങ്ങനെയെന്നല്ലേ? ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു എക്സസൈസ്, ഇരുന്നു കൊണ്ട് ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് കുറയ്ക്കും, കലോറീസ് ബേൺ ചെയ്യാൻ സഹായിക്കും, ബ്ലഡ് ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും, ഓവറോൾ മെറ്റബോളിസം കൂട്ടാൻ സഹായിക്കും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഇതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ഫിറ്റ്നസ് ചാനൽ. ഞാനൊരു ഇന്റർനാഷണലി സർട്ടിഫൈഡ് പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനറാണ് വിത്ത് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റെസ്ലിംഗ് ആൻഡ് ഫുട്ബോൾ. എനിക്ക് 50 to 20 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഉണ്ട്. ഞാനൊരു കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു. നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് പോകാം. ഇറ്റ്സ് ബേസിക്കലി ഫാന്റാസ്റ്റിക് ടോപ്പിക് ആണ്. ഇറ്റ്സ് അബൌട്ട് സോളിയസ് പുഷപ്പ്. ഓക്കെ, ലെറ്റ്സ് ഡൈവ് ഇൻടു ദാറ്റ്. നിങ്ങൾ സോളിയസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വിചാരിക്കും സോളിയസ് പുഷപ്പ് അതെന്തുവാ സാധനം. സോ പുഷപ്പ് തന്നെയാണ്, പക്ഷെ പേടിക്കണ്ട. ഇത് നമ്മുടെ ലെഗ് മസിലിലെ ഒരു പുഷപ്പിനെയാണ് സോളിയസ് എന്ന് പറയുന്നത്. സോ സോളിയസ് എന്ന് പറഞ്ഞാൽ ലെഗിലെ മസിലാണ്. ബേസിക്കലി കാഫിലെ മസിലിനെയാണ് സോളിയസ് എന്ന് പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് സോളിയസ് എന്നുള്ളത്. ബട്ട് അതിനു മുന്നേ ഈ ടോപ്പിക് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു റിസർച്ച് സ്റ്റഡി പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളിയസ് പുഷപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ഒരു 50% വരെ കുറയ്ക്കാൻ പറ്റും. അതാണ് ആ സ്റ്റഡി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അതിന് പോകും മുന്നേ എങ്ങനെയാണ് ഒരു എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് ലെവൽ നോർമലി കുറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാറുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ ബോഡി എന്താ ചെയ്യുന്ന വരുന്നത്, എക്സസ് വരുന്ന ഗ്ലൂക്കോസ് അതിനെ ഗ്ലൈക്കോജൻ ആയിട്ട് മസിൽസിൽ സ്റ്റോർ ചെയ്യും. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലൈക്കോജനെയാണ് ഫസ്റ്റ് ഇത് എനർജി സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. സോ എപ്പോഴാണോ ഗ്ലൈക്കോജൻ ഡിപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫോൾ ബാക്ക് ടു ബ്ലഡ് ഫോർ ദ ഗ്ലൂക്കോസ്. അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് സോളിയസ് ഹെൽപ്പ് ചെയ്യുന്നത്? സോളിയസ് മസിലിന് ഒരു യുണീക്ക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്ലൈക്കോജനെ എടുക്കത്തില്ല, ഡയറക്ട്ലി ബ്ലഡിൽ ചെന്ന് ബ്ലഡ് ഗ്ലൂക്കോസിനെയാണ് ആ സോളിയസ് പുഷപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് എടുക്കുന്നത് ആസ് എനർജി സോഴ്സ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റഡിയിൽ നോക്കിയപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാർട്ടിസിപ്പൻസിനെ വെച്ചിട്ട് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് ഈ സോളിയസ് പുഷപ്പ് ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായ എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആസ് ക്ലോസ് ടു 50% റിഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു സോളിയസ് പുഷപ്പ് ചെയ്തപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഇത് ഫാന്റാസ്റ്റിക് ടോപ്പിക് എന്ന് പറഞ്ഞത്. പിന്നെ അത് കൂടാതെ തന്നെ ഇത് നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് ലോട്ട് ഓഫ് പീപ്പിൾ നമ്മളറിയാലോ, ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഡെസ്ക് ജോബിലാണ്. അതായത് ഈ പറഞ്ഞ രാവിലെ മുതൽ വൈകിട്ട് വരെ കണ്ടിന്യൂസ് സിറ്റിംഗ് ജോബിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്, വിച്ച് ഇൻ ടേൺ ആസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഗെറ്റിംഗ് ദ ബ്ലഡ് ഷുഗർ ലെവലിലോ അവരുടെ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടാൻ സഹായിക്കും, മെറ്റബോളിസം കൂട്ടാൻ സഹായിക്കും ബോഡിയുടെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റി, ഈവൻ കലോറീസ് വരെ ബേൺ ചെയ്യാൻ, ഇത്ര എമൗണ്ട് ഓഫ് കലോറീസ് വരെ ബേൺ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് സോളിയസ് പുഷപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താണ് സോളിയസ് എന്ന് നോക്കാം, പിന്നെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അത് എത്ര നേരം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് സോളിയസ് എന്താണെന്ന് നോക്കാം. സോളിയസ് മസിൽ ഞാൻ പറഞ്ഞ പോലെ ലോവർ ലെഗിൽ കാഫിലെ one of the muscles is called soleus. നമ്മുടെ കാഫ് is divided into two muscles. One is gastrocnemius and one is soleus. ഞാൻ രണ്ടിന്റെ പിക്ചർ കൊടുക്കാം. നമുക്ക് gastrocnemius ആണ് ഫ്രണ്ട് എൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന മസിൽ. ബിഹൈൻഡ് ദ gastrocnemius ആണ് സോളിയസ് വരുന്നത്. അത് എക്സ്റ്റെൻഡ്സ് അപ് ടു ദ ഹീൽ ബോൺ. അക്കീലിയസ് ടെൻഡോൺ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഹീൽ ബോൺ വരെ എത്തുന്നതാണ് സോളിയസ് മസിൽ എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഈ മസില് നമുക്ക് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റാർ ഫ്ലെക്ഷൻ ആണ്. അതായത് ബേസിക്കലി ഫുട്ട് ഡൗൺവേർഡ് ഫ്ലെക്ഷൻ ചെയ്യുന്ന സമയത്ത് ആണ് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ് എല്ലാ ടൈമിലും ഈ സോളിയസ് മസിൽ വിൽ കം ഇൻ ടു ദ പിക്ചർ. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ബാലൻസ് ആൻഡ് പോസ്ചർ വൈ യു ആർ ഡൂയിങ് വാക്കിംഗ്, റണ്ണിങ് ഓർ ജമ്പിങ്. അത് എല്ലാ സമയത്തും ഈ സോളിയസ് മസിൽ ഇസ് ദ മെയിൻ മസിൽ വിച്ച് കംസ് ഇൻ ടു ദ പിക്ചർ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു യുണീക്ക് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ ഗെറ്റ് ഫെറ്റീഗ്ഡ്. സോ അൺലൈക്ക് അതർ മസിൽസ് ഇൻ ദ ബോഡി, ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്താൽ ഇത് ഫെറ്റീഗ് വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റിസർച്ചിൽ ഈ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സോളിയസ് മസിൽ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ യുണീക്ക് വൺ ഓഫ് ദ ഫീച്ചർ ആണ് അത് ഫെറ്റീഗ് ആവത്തില്ല. നമ്മൾ എത്ര നേരം അത് ചെയ്താലും ഫെറ്റീഗ് ഒന്നും ആവത്തില്ല. അവർ റിസർച്ച് ചെയ്തപ്പോഴും നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ് കണ്ടിന്യൂസ് ചെയ്തിട്ട് അവർക്ക് ഒരു ഫെറ്റീഗ്നെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പെയിനും ഉണ്ടായിരുന്നില്ല ഇത് ചെയ്തതിന് ശേഷം. സോ അതാണ് സോളിയസ് മസിലിന്റെ യുണീക്ക് പ്രോപ്പർട്ടി. നമുക്ക് നോക്കാം എങ്ങനെയാണ് സോളിയസ് പുഷപ്പ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണിത്. അപ്പോൾ നമ്മൾ നോർമലി ഇരിക്കുന്ന പോലെ ഇരിക്കുക. ഒരേ ഒരു കാര്യം, നീസ് 90 ഡിഗ്രി ബെൻഡ് ആയിരിക്കണം. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഹീൽസ്
മുകളിലോട്ട് കൊണ്ടുവരിക. ടോസ് താഴെ തന്നെ ടച്ച് ചെയ്തിരിക്കുക. ആംഗിൾ ഫ്ലെക്സ് ചെയ്ത് പോയിന്റിങ് ഫ്രണ്ട്, പോയിന്റ് ടുവേർഡ് ഫ്രണ്ട് കാണും. അപ്പോൾ എത്ര ഡിഗ്രി പൊക്കണം എന്ന് വെച്ചാൽ ഹീൽസ് 10 to 15 ഡിഗ്രി പൊക്കിയാൽ മതിയാവും. അത് ജസ്റ്റ് റേസ് ചെയ്താൽ മതിയാവും. തിരിച്ച് താഴോട്ട് കൊണ്ടുവരിക. ഇത് കണ്ടിന്യൂസ്ലി ഓരോ കാലിലും നമ്മൾ ചെയ്യുക. ഇതിനെയാണ് സോളിയസ് പുഷപ്പ് എന്ന് പറയുന്നത്. ഇത് ഇത് നമുക്ക് നോക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പിക്ചറിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ മൂവ്മെന്റും ആക്ഷൻസും എല്ലാം വരുന്നത്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇത് എത്ര നേരം ചെയ്യണം, ഇത് എത്ര നേരം ചെയ്യുമ്പോഴാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കുറയാൻ സഹായിക്കുന്നത്. അത് നമുക്ക് ആ സ്റ്റഡി നോക്കാം. സ്റ്റഡി നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇതിന്റെ എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്റ്റഡി നോക്കാം എന്തായിരുന്നുള്ളത്. അപ്പോൾ സ്റ്റഡിയിൽ അവർ ചെയ്തതെന്ന് വെച്ചാൽ പാർട്ടിസിപ്പൻസിന് ഫസ്റ്റ് ഗ്ലൂക്കോസ് ഡ്രിങ്ക് കൊടുത്തു സോളിയസ് പുഷപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട്. അപ്പോൾ അവർ ഗ്ലൂക്കോസ് ഡ്രിങ്ക് കൊടുത്തിട്ട് സോളിയസ് പുഷപ്പ് സ്റ്റാർട്ട് ചെയ്തു. എത്ര നേരം ചെയ്യുന്നത് വെച്ചാൽ ദേ ഡിഡ് സോളിയസ് പുഷപ്പ് അറൌണ്ട് 270 മിനിറ്റ്സ്, ഒരു 4.5 hours ത്രൂ ഔട്ട് ദ ഡേ ആണ് അവർ ചെയ്തത്. ഇനി അതിനകത്തൊരു ക്യാച്ച് ഉള്ളതെന്ന് വെച്ചാൽ ഈ 270 മിനിറ്റ്സിനകത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയം നോട്ട് മോർ ദാൻ 4 മിനിറ്റ്സ് കൂടാൻ പാടില്ല. അതിനകത്ത് വീണ്ടും അടുത്ത സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ്ലി ചെയ്യേണ്ടത്. ഈ സോളിയസ് പുഷപ്പ് ചെയ്തപ്പോൾ അവർ നോട്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ഹെൽപ്ഡ് ഇൻ ഡിക്രീസിങ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ടു 50% കുറയ്ക്കാനായിട്ട് സഹായിച്ചു. അത് പോരാഞ്ഞിട്ട് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ കൊളസ്ട്രോൾ ആൻഡ് മസിൽ മെറ്റബോളിസം ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്ഡ് ഇൻ ബേണിംഗ് കലോറീസ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഈ റിസർച്ച് സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ. സോളിയസ് പുഷപ്പിന് നമ്മളിത് കണ്ടിന്യൂസ്ലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ റൂട്ടീനിലോട്ട്, എക്സസൈസ് റൂട്ടീനിലോട്ട് ഇത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ, മൂന്ന് കാര്യങ്ങളുണ്ട് ആക്ച്വലി അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സോളിയസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് പോസ്ചർ, അത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു വിഴാൻ പോകുമ്പോഴോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് കുറയ്ക്കും. അത് ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഓഫ് ദിസ് കണ്ടിന്യൂസ്ലി ഡൂയിങ് ദിസ് എക്സസൈസ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇപ്പം റെഡ്യൂസ് റിസ്ക് ഓഫ് ഇഞ്ചുറീസ്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഹൈ ഇമ്പാക്ട് ചെയ്യുന്ന അത്ലറ്റ്സ്, ബേസിക്കലി റണ്ണിങ്, ജമ്പിങ് ചെയ്യുന്ന അത്ലറ്റ്സ് ഉണ്ടല്ലോ, അവർക്കുണ്ടാകുന്ന ഇഞ്ചുറി കുറയ്ക്കാനായിട്ട് സഹായിക്കും നമ്മളിത് കണ്ടിന്യൂസ്ലി നമ്മുടെ വർക്കൗട്ട് റൂട്ടീനിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. പിന്നെ മൂന്നാമത്, നമ്മൾ ഓൾറെഡി കാഫ് മസിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യും. അപ്പോൾ ഈ സോളിയസും കൂടെ ഇതിനകത്ത്, സോളിയസ് പുഷപ്പും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കാഫിന്റെ മസിലിന്റെ ഓവറോൾ ഷേപ്പ് കാണാനായിട്ട് നല്ല രസമായിരിക്കും. ഒബ്വിയസ്ലി ഇത് ചെയ്ത് കഴിയും അതിനെ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതൊരു മെയിൻ 3 അഡ്വാൻറ്റേജസ് ഓഫ് ഡൂയിങ് ദിസ് സോളിയസ് പുഷപ്പ് ആണ് നമ്മുടെ റുട്ടീനിലോട്ട് കൊണ്ടുവരുവാണെന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ആർക്കൊക്കെ ചെയ്യാം എന്ന് നോക്കാം. ഈ എക്സസൈസ് ജനറലി ഒരു ലോ റിസ്ക് എക്സസൈസ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബട്ട് എഗെയിൻ ഞാൻ പറയുമ്പം ഒരു ജോയിന്റ് ഇഷ്യൂസ് ഉള്ള, അതായത് ഒരു നീ ഇഷ്യൂ ഉള്ള ഒരാൾ, ഒരു ആംഗിളിൽ ഇഷ്യൂ ഉള്ള ഒരാൾ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ, ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഈ എക്സസൈസ് സോളിയസ് പുഷപ്പ് ചെയ്യുന്നതിന് മുന്നേ അവരവരുടെ ഡോക്ടറിൻ്റെ അടുത്തും കൂടെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്യുക. ബിക്കോസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് ഓക്കെ ഇൻ ഡൂയിങ് ദാറ്റ്. കാരണം ഇങ്ങനത്തെ ആൾക്കാർ പ്ലസ് എസ്പെഷ്യലി പ്രഗ്നന്റ് വുമൺ. സോ പ്രഗ്നന്റ് വുമൺ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർക്കും ഈ പറയുന്ന പോലെ അവരെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ സോളിയസ് പുഷപ്പ് ചെയ്യാൻ പോകുന്നത്, ഇത് ഓക്കെ ഫോർ മീ എന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇത് അവരുടെ വർക്കൗട്ട് റൂട്ടീനിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുക. അല്ലാത്ത ആൾക്കാർക്ക് ഇറ്റ് ഇസ് വെരി ലോ ഇമ്പാക്ട് എക്സസൈസ്. നമുക്കത് ജനറലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കത് കൊണ്ടുവരാം. ആൻഡ് യു വിൽ സീ ദ ഡിഫറൻസ് വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് കണ്ടിന്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ സോളിയസ് പുഷപ്പ് നമ്മുടെ വർക്കൗട്ടിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഇറ്റ് വുഡ് ഓൾവേസ് ബി എ ഗെയിം ചേഞ്ചർ ഫോർ യു. കാരണം ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത്. അപ്പം നമ്മളിത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എൻഡ്യൂറൻസ് കൂട്ടാനും, ഹൂസ് ലുക്കിംഗ് ടു മാനേജ് ഡയബറ്റിക്സ്, സോ അതുപോലെ തന്നെ മസിലിന്റെ ഡെഫിനിഷൻ കൂട്ടാനും ഇതെല്ലാം സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് സോളിയസ് പുഷപ്പ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്റ്റഡീസിന്റെ റിസർച്ച് പേപ്പേഴ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്, ഗോ ത്രൂ ദാറ്റ് പേപ്പർ. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു റീഡ് ത്രൂ ദാറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് റിസർച്ച് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ഗീവ് ദ ലിങ്ക്സ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ, യു ക്യാൻ ഗോ ത്രൂ. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. റിമെമ്പർ, നമ്മൾ എപ്പോഴും എന്ത് എക്സസൈസ് നമ്മൾ കൊണ്ടുവന്നാലും കൺസിസ്റ്റൻസി ഇസ് ദ കീ. സോ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കുക ത്രൂ ഔട്ട്, ദെൻ ഓൺലി യു വിൽ ഗെറ്റ് റിസൾട്ട്സ് ഓൺ ദാറ്റ്. പിന്നെ ആർക്കെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യണം ഫോർ പേഴ്സണൽ ട്രെയിനിങ്, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, യു ക്യാൻ കോൺടാക്ട് മീ ഓൺ ദാറ്റ്. പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ ഫിറ്റ്നസ് ടിപ്സ്, ഫിറ്റ്നസ് ഇൻസൈറ്റ്സ് on my channel. Until next time, stay fit, stay healthy. Bye.